കടലിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും നമ്മുടെ ഈ വീടുകളിലേക്കും വീടിൻ്റെ പരിസരങ്ങളിലേക്കും ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ചാലിയം കപ്പലങ്ങാടിയിലാണ്. 2 ദിവസം മുമ്പേ ഇവിടെ കടൽ പ്രക്ഷുബ്ധമായതിൻ്റെ അടിസ്ഥാനത്തിൽ കരയിലേക്ക് കയറിയതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ കപ്പലങ്ങാടിയിലെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് ഫാമിലിയൊക്കെ ആ വീടുകളിൽ താമസിക്കുന്നുണ്ട്. ഇന്ന് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കടലിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും നമ്മുടെ ഈ വീടുകളിലേക്കും വീടിൻ്റെ പരിസരങ്ങളിലേക്കും റോഡുകളിലേക്കൊക്കെ കയറിയിരിക്കുകയാണ്. വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. ഈ ഒരു ദുരവസ്ഥ എല്ലാ കൊല്ലവും ഇവിടെ അനുഭവിക്കുന്നതാണ്. ഇതിൻ്റെ ദുരനുഭവങ്ങൾ ഇവിടുത്തെ കുടുംബങ്ങൾ ഒരുപാട് അവരുടെ കഥകൾ, അവരുടെ നീറുന്ന കഥകളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ദുരവസ്ഥ അവർ മാറണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു ഇടപെടൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലേ ഇവർക്കൊക്കെ എല്ലാ ദിവസങ്ങളിലും സുരക്ഷിതമായിട്ട് ഇവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നമ്മളിവിടെ വന്നു നോക്കിയപ്പോൾ ഇവിടെയൊക്കെ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ ആളുകളൊക്കെ വീടുകളിൽ സുരക്ഷിതമായി താമസിച്ചവരായിരുന്നു. കടലെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാകെ ഭയപ്പെട്ട് കുടുംബം അവരുടെ സുരക്ഷിതമായ മറ്റുള്ള കുടുംബങ്ങളിലേക്ക് പോയി താമസിക്കുകയാണ് ഉണ്ടായത്. എന്തുതന്നെയായാലും വളരെ ദയനീയമായ ഒരവസ്ഥ തന്നെയാണ് ചാലിയം കപ്പലങ്ങാടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അസ്ലം RC മീഡിയക്കൊപ്പം കമറൂർ റോസ്.